പീപ്പിൾ എക്സ്ക്ലൂസീവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീടകാര്യസ്ഥത വീണ്ടും ICT അറ്റ് സ്കൂൾ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ 550 കോടി രൂപയുടെ ഫണ്ടാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. നൂതന സാങ്കേതിക വിദ്യകളാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സമ്പുഷ്ടമാക്കാനുള്ള ഒട്ടേറെ പദ്ധതികളും ഇതോടെ അവതാളത്തിലായി. 2007-2008 അധ്യയന വർഷം 1016 സർക്കാർ ഹൈസ്കൂളുകളിലായിട്ടാണ് കേന്ദ്രാവിഷ്കൃത ICT അറ്റ് സ്കൂൾ എന്ന പദ്ധതി ആദ്യം സംസ്ഥാനത്ത് ആരംഭിച്ചത്. പദ്ധതി മികച്ച വിജയം കണ്ടതിനെ തുടർന്ന് എയ്ഡഡ് ഹൈസ്കൂളുകൾ, സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, VHSE എന്നിവയടക്കം 3055 സ്കൂളുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു. പദ്ധതിയുടെ തുടർച്ചയായി ഒരു സ്കൂളിന് പ്രതിവർഷം 2.7 ലക്ഷം രൂപ വെച്ച് 5 വർഷത്തേക്ക് ലഭിക്കേണ്ട 550 കോടി രൂപയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നഷ്ടപ്പെടുത്തിയത്. പദ്ധതിക്കായി പ്രത്യേക പ്രപ്പോസൽ പോലും തയ്യാറാക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നിട്ടും യഥാസമയങ്ങളിൽ ആവശ്യമായ വിവരങ്ങൾ നൽകാതെയാണ് സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്തിയത്. 2011 മുതൽ ആവർത്തന ചെലവ് പ്രതിവർഷം 1.34 ലക്ഷം രൂപയിൽ നിന്നും 2.70 ലക്ഷമാക്കി കേന്ദ്രം ഉയർത്തിയിരുന്നു. സ്കൂളുകളിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ, UPS, മൾട്ടിമീഡിയ പ്രൊജക്ടർ, ജനറേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ സ്ഥാപിക്കാനും മുഴുവൻ ക്ലാസ് മുറികളും വൈദ്യുതീകരിക്കൽ, സ്മാർട്ട് ക്ലാസുകൾ തുടങ്ങിയവയും ഈ പദ്ധതി വഴി നടപ്പാക്കിയിരുന്നു. ഇതാണ് ഫണ്ട് നഷ്ടപ്പെടുത്തിയതോടെ നിലച്ചിരിക്കുന്നത്. IT പഠനത്തിന് അധ്യാപകർക്ക് പ്രതിമാസം 10,000 രൂപ നിരക്കിൽ 5 വർഷത്തേക്ക് തുക വകയിരുത്തിയിരുന്നു. ഫണ്ട് ലാപ്സായതോടെ 4071 പേർക്കുള്ള തൊഴിലവസരം കൂടിയാണ് ഇവിടെ പാഴായത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ നവീകരണത്തിന് ഫണ്ടില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പാണ് ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ലഭിക്കേണ്ട ഫണ്ട് പോലും ലാപ്സാക്കിയിരിക്കുന്നത്. ഷീജ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങൾ ഓണപരീക്ഷയ്ക്കും എത്തില്ല. ജൂലൈ 31 മാത്രമേ പാഠപുസ്തക അച്ചടി KBPSന് പൂർത്തിയാക്കാനാകൂ. വിതരണം സെപ്റ്റംബറിലെ ഉണ്ടാകൂ എന്നും സൂചനയുണ്ട്. അതായത് വിദ്യാർത്ഥികൾ ഓണപരീക്ഷ വരെ പാഠപുസ്തകങ്ങൾ ഇല്ലാതെ പഠിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് പാഠപുസ്തക അച്ചടിക്ക് റീടെൻഡർ നടത്താനുള്ള തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയത്. കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി അച്ചടി ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. എന്നാൽ ജൂലൈ 31 മാത്രമേ അച്ചടി പൂർത്തിയാക്കാൻ സാധിക്കൂവെന്ന് KBPS അറിയിച്ചു. 43,39,700 പാഠപുസ്തകങ്ങളാണ് ഇനി അച്ചടിക്കേണ്ടത്. ഇത്തരത്തിൽ അച്ചടി ജൂലൈ 31 പൂർത്തിയായാലും ബൈൻഡിംഗ്, കമ്പൈലിംഗ് നടപടികൾ പൂർത്തിയാക്കി ജില്ലാ കേന്ദ്രങ്ങളിൽ വിതരണത്തിനായി പാഠപുസ്തകങ്ങൾ ഓഗസ്റ്റ് അവസാനം മാത്രമേ എത്തുകയുള്ളൂ. എന്നാൽ അപ്പോഴേക്കും ഓണപരീക്ഷകൾ കഴിഞ്ഞ് സ്കൂളുകൾ ഓണാവധിക്കായി അടയ്ക്കും. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ആദ്യം മാത്രമേ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കുകയുള്ളൂ. KBPSനും സർക്കാർ പ്രസ്സുകൾക്കും നൽകിയിരുന്ന പാഠപുസ്തക അച്ചടി ജൂൺ 4-നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർത്തിവെച്ചത്. KBPSന് അച്ചടി പുനരാരംഭിക്കുന്നതിനായി നൽകുന്ന ഉത്തരവ് നാളെ മാത്രമേ ഇറങ്ങുകയുള്ളൂ. ഇത്തരത്തിൽ 18 ദിവസങ്ങൾക്ക് ശേഷമാകും അച്ചടി പുനരാരംഭിക്കുക. അച്ചടി സ്വകാര്യ പ്രസിന് നൽകാനായി നടത്തിയ നീക്കത്തിന് പകരം KBPSനോട് തുടരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓണപരീക്ഷയ്ക്കെങ്കിലും പാഠപുസ്തകങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ അച്ചടി വീഴ്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ വെള്ളപൂശാനില്ല എന്ന നിലപാടാണ് MSF സ്വീകരിച്ചത്. ഷീജ, തിരുവനന്തപുരം. കരിപ്പൂർ അതിക്രമത്തിൽ 9 CISF ജവാന്മാർ കീഴടങ്ങി. അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ജവാന്മാർ കീഴടങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. 9 CISF ജവാന്മാരാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരിട്ടെത്തി കീഴടങ്ങിയത്. കരിപ്പൂരിൽ CISF ജവാൻ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുണ്ടായ അതിക്രമത്തിൽ 53.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി എയർപോർട്ട് അതോറിറ്റി നൽകിയ പരാതിയിലാണ് അന്വേഷണ സംഘം CISF ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. വെടിവെപ്പിന് ശേഷം പൊതുമുതൽ നശിപ്പിച്ചെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജവാന്മാർ കൃത്യവിലോപം കാണിച്ചെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇവരെ പ്രതി ചേർത്തത്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 9 CISF ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാൻ അന്വേഷണ സംഘം CISF ഡെപ്യൂട്ടി കമാൻഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിമാനത്താവളത്തിൽ പകരം ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ സമയം നൽകണമെന്ന് CISF അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഈ സമയപരിധി അവസാനിച്ചതിനാലാണ് ജവാന്മാർ കീഴടങ്ങിയത്. കൊണ്ടോട്ടി CI സന്തോഷ് കുമാർ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 9 പേരെയും നാളെ മഞ്ചേരി CJM കോടതിയിൽ ഹാജരാക്കും. കേസുമായി ബന്ധപ്പെട്ട 4 CISF ഉദ്യോഗസ്ഥരെ നേരത്തെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലാകുന്ന CISF ഉദ്യോഗസ്ഥരുടെ എണ്ണം 13ആയി. CCTVയുടെ ഹാർഡ് ഡിസ്ക് പരിശോധന കഴിഞ്ഞാൽ കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായേക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SFI സംസ്ഥാന സെക്രട്ടറിയായി M. വിജിനെയും പ്രസിഡന്റായി VP സനുവിനെയും തെരഞ്ഞെടുത്തു. തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ്. 19-അംഗ സെക്രട്ടേറിയറ്റിനും 89-അംഗ സംസ്ഥാന കമ്മിറ്റിക്കുമാണ് സമ്മേളനം രൂപം നൽകിയത്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കും മറുപടിക്കും ശേഷമാണ് സമ്മേളനം പുതിയ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്.
നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വിജിനാണ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മലപ്പുറത്തു നിന്നുള്ള VP സനുവിനെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഏകകണ്ഠേനയായിരുന്നു ഭാരവാഹി തിരഞ്ഞെടുപ്പ്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വർഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ പോരാട്ടങ്ങളുമായി കൂടുതൽ കരുത്തോടുകൂടി SFI ഈ കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം തീരുമാനിച്ചത്. 4 ജോയിന്റ് സെക്രട്ടറിമാരെയും 5 വൈസ് പ്രസിഡന്റുമാരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. 19 അംഗ സെക്രട്ടേറിയറ്റിൽ ഒരാൾ ഒഴികെ മറ്റുള്ളവർ പുതുമുഖങ്ങളാണ്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 86 പേരെ തിരഞ്ഞെടുത്തു. ഇതിൽ 60 പേർ പുതുമുഖങ്ങളാണ്. 3 ഒഴിവുകളിലേക്കുള്ള അംഗങ്ങളെ പിന്നീട് തിരഞ്ഞെടുക്കും. മുൻ ഭാരവാഹികളുടെ വിടപറയൽ സമ്മേളനത്തോടെ 32ാമത് SFI സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ണൂർ കതിരൂരിൽ പോലീസിന് നേരെ RSS ആക്രമണം. SI അടക്കമുള്ള പോലീസുകാർ ആശുപത്രിയിൽ. ആക്രമണക്കേസിലെ പ്രതിയെ പിടിക്കാനെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. കതിരൂർ ഡയമണ്ട് മുക്കിലായിരുന്നു സംഭവം. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല. വർക്കലയിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനയ്ക്ക് പോലീസിന്റെ വിലക്ക്. ആറ്റിങ്ങലിൽ പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്ക് നേരെയുണ്ടായ RSS ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് വിലക്കേർപ്പെടുത്തിയത്. വർക്കലയിൽ ഞായറാഴ്ചകളിൽ പെന്തക്കോസ്ത് സഭാ വിശ്വാസികൾ നടത്തുന്ന പതിവ് പ്രാർത്ഥനയ്ക്കാണ് പോലീസ് വിലക്കേർപ്പെടുത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച ആറ്റിങ്ങലിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥന നടക്കുമ്പോൾ BJP RSS പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വർക്കലയിൽ പെന്തക്കോസ്ത് വിശ്വാസികളുടെ പ്രാർത്ഥന പോലീസ് മുടക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാർത്ഥന നടത്തണമെങ്കിൽ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് വേണമെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ ഭരണഘടന അനുസരിച്ച് മതവിശ്വാസികളുടെ അവകാശം കാത്തുസൂക്ഷിക്കാനും പ്രാർത്ഥന നടത്താനും മറ്റ് മതാചാര ചടങ്ങുകൾ നിർവഹിക്കാനും അവസരമൊരുക്കണമെന്നാണ് സഭാ വിശ്വാസികൾ പറയുന്നത്. ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് ഭരണാധികാരികളുടെ പക്ഷത്തു നിന്ന് വേണ്ടതായ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളുടെ നേരെ വരുന്ന ഈ പ്രതികൂലത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഈ പ്രതികൂലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാരതത്തിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ നേതാക്കന്മാർ വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അനുമതികളും തന്നുകൊള്ളണമെന്ന് ഞങ്ങൾ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുക. പോലീസിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് വർക്കലയിലെ പതിവ് പ്രാർത്ഥനാ വേദി മാറ്റി മറ്റൊരു പള്ളിയിലെത്തി 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. ആറ്റിങ്ങലിൽ അക്രമം നടത്തിയ 40ഓളം BJP RSS പ്രവർത്തകരിൽ 5 പേരെ മാത്രമാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ഈ നടപടിയിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. വർക്കല, ആറ്റിങ്ങൽ, മണമ്പൂർ ഭാഗങ്ങളിൽ പെന്തക്കോസ്ത് സഭയ്ക്കെതിരെ RSSന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് സഭാ വിശ്വാസികളുടെ അഭ്യർത്ഥന. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലസ്ഥാനത്ത് വൻകിട ബ്ലേഡുകാർ വിലസുന്നു. വായ്പയെടുത്ത് നിരവധി പേരാണ് ബ്ലേഡ് മാഫിയയുടെ പിടിയിലായത്. മാഫിയക്കെതിരെ പരാതിയുമായി നിർമ്മാണ കമ്പനിയും രംഗത്തെത്തി. വായ്പയുടെ 2 ഇരട്ടി തുക നൽകിയിട്ടും ഈട് തിരിച്ചു കിട്ടിയില്ല എന്നാണ് പരാതി. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം തിരുമല സ്വദേശിനി ബിസ്മി അസർ തന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയായ എംപയർ ഗ്രൂപ്പിന്റെ പുതിയ വില്ല നിർമ്മാണ പദ്ധതിക്കായി 2010-ൽ 27 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. തിരുവനന്തപുരം തമ്പാനൂരിലെ വൈകുണ്ഠം ഫിനാൻസിൽ നിന്നാണ് പദ്ധതി പ്രദേശത്തെ 64 സെന്റ് ഭൂമി ഈടായി നൽകി പണം വാങ്ങിയത്. പുറമെ 40ഓളം ചെക്കുകളും മുദ്രപത്രങ്ങളും നൽകി. വായ്പ തുകയുടെ തിരിച്ചടവ് പൂർത്തിയാവുമ്പോൾ സ്ഥലവും മറ്റു രേഖകളും തിരിച്ചു നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ വായ്പ തുകയ്ക്ക് പുറമെ പലിശയടക്കം പലതവണയായി മൊത്തം 99,80,000 രൂപ നൽകിയിട്ടും സ്ഥലവും രേഖകളും തിരികെ ലഭിച്ചില്ലെന്ന് എംപയർ ഗ്രൂപ്പ് ഓഫീസ് ഇൻചാർജ് ജീന പറയുന്നു. വൈകുണ്ഠ ഫൈനാൻസിന്റെ ഓണറായ സജിത്തിന്റെ കയ്യിൽ നിന്നും 27 lakhs rupees ഞങ്ങൾ കടമായി വാങ്ങിയിരുന്നു. 99,80,000 രൂപ അയാൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷവും ഈടായിട്ട് കൊടുത്ത പ്രോപ്പർട്ടി ഒന്നും തന്നെ അയാൾ തിരിച്ചെഴുതി തന്നില്ല. 64 സെന്റ് സ്ഥലം തിരികെ നൽകണമെങ്കിൽ പദ്ധതി പ്രദേശത്തിനടുത്തുള്ള 16 സെന്റ് ഭൂമി കൂടി എഴുതി നൽകണമെന്ന് പിന്നീട് ഫിനാൻസ് ഉടമ ആവശ്യപ്പെട്ടു. പദ്ധതി നടക്കുകയെന്ന ലക്ഷ്യത്തോടെ ഒടുവിൽ അതും എഴുതി നൽകി. എങ്കിലും സ്ഥലവും രേഖകളും തിരികെ നൽകിയില്ല. തുടർന്ന് എംപയർ ഗ്രൂപ്പ് വൈകുണ്ഠം ഫിനാൻസിനെതിരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പരാതി നൽകി. ഓപ്പറേഷൻ കുബേര ആരംഭിച്ചപ്പോൾ വീണ്ടും പരാതി കൊടുത്തു. ഒടുവിൽ കോടതിയെ സമീപിച്ചു. പക്ഷേ ബ്ലേഡ് മാഫിയക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് ജീന പറയുന്നു. കമ്മീഷണർക്ക്, DGP, ഹോം മിനിസ്റ്റർ എല്ലാവർക്കും പരാതി എടുത്തെങ്കിലും ആരുടെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല. അതേസമയം ആരോപണങ്ങൾ സജിത്ത് നിഷേധിച്ചു. ഇല്ലല്ല, എനിക്ക് അങ്ങനത്തെ സ്ഥാപനമേ ഇല്ല.
എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത് അവര് വില്ല വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് 1,65,00,000 രൂപ വാങ്ങി. ഓപ്പറേഷൻ കുബേരയിലൂടെ ബ്ലേഡ് മാഫിയയെ പൂർണ്ണമായും അമർച്ച ചെയ്തെന്ന് ആഭ്യന്തരമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് വൻകിട ബ്ലേഡുകാർ തലസ്ഥാനത്ത് വിലസുന്നത്. അധികൃതരുടെ പിന്തുണയോടെയാണ് ഈ മാഫിയ വിളയാട്ടം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴയിൽ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. റിട്ടയർഡ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ അങ്കദരാണ് ആത്മഹത്യ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകൾ പിടിയിലായി. സാലമ്മ, മേഴ്സി എന്നിവരാണ് പിടിയിലായത്. ആത്മഹത്യാക്കുറിപ്പിന്റെ പകർപ്പ് PPTVക്ക് ലഭിച്ചു. ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. വിഷയത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി അറിയിച്ചു. പോലീസുകാർ ഇടനിലക്കാരായാൽ കർശന നടപടിയെടുക്കും. വിഷയം ചർച്ച ചെയ്യാൻ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷം ഇന്ന്. ഡൽഹിയിൽ നടന്ന യോഗാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. യോഗ ദിനാചരണം പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. യോഗ ദിനത്തിനായി കോടികൾ കേന്ദ്ര സർക്കാർ ചെലവിടുമ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ത്യയിലുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്പഥിലെ യോഗാഭ്യാസത്തിനെത്തിയ കുട്ടികളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ എല്ലാം ദില്ലിയിലെ പ്രമുഖ സ്വകാര്യ സ്കൂളുകളിലെ കുട്ടികൾ മാത്രം. സ്കൂൾ പ്രിൻസിപ്പലിന്റെ കർശന നിർദ്ദേശപ്രകാരം ചിട്ടയോടെ ചടങ്ങിനെത്തിയവർ. അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിക്കുന്ന ചടങ്ങായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്ഷണവും ഇവർക്കു മാത്രം. കൂറ്റൻ LED സ്ക്രീനുകൾ സ്ഥാപിച്ച് വികസിത രാജ്യങ്ങൾക്ക് മുമ്പിൽ ഭാവി ഇന്ത്യയെ കാണിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഒട്ടും കുറയരുതല്ലോ. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന പ്രശ്നം യോഗാ പരിശീലനത്തിന്റെ കുറവാണെന്നാണ് മോദി സർക്കാരിന്റെ വാദം. എന്നാൽ പഠനാവശ്യത്തിനുള്ള പുസ്തകങ്ങളോ പ്രാഥമിക സൗകര്യങ്ങളോ പോലും ഇല്ലാത്ത സ്കൂളുകളിലാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത 2 മില്യൺ കുട്ടികളാണുള്ളതെന്ന് ചൈൽഡ് ലൈൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത കുട്ടികൾ യോഗാഭ്യാസം നടത്താത്തതാണോ രാജ്യത്തെ പ്രധാന പ്രശ്നമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സഞ്ജയ് സിംഗ് ചോദിക്കുന്നു. Those children who are living in the slums or living on the streets, they are not able to get their admission in the schools, so where they will perform the yoga. വിദ്യാഭ്യാസത്തിനായി മുൻ വർഷത്തേക്കാൾ ബഡ്ജറ്റിൽ 22% മോദി സർക്കാർ വെട്ടിക്കുറച്ചത്. ഇതിനിടയിലാണ് 100 കോടിയോളം ചെലവിടുന്ന യോഗാഭ്യാസ പ്രകടനം. ഇതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തക ശബ്നം ഹാഷ്മി പറഞ്ഞു. മോദി ഗവൺമെന്റ് has cut budget on education, on science, on women and child. എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുക എന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ഒരു ഭരണകൂടത്തിന്റെ കടമ. എന്നാൽ ഉച്ചക്കഞ്ഞിക്ക് ഉൾപ്പെടെയുള്ള പണം വെട്ടിക്കുറച്ചുകൊണ്ട് ധനക്കമ്മി കുറയ്ക്കാമെന്ന സാമ്പത്തിക ശാസ്ത്രം പരീക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ മറുഭാഗത്ത് കോടികൾ വാരിയെറിഞ്ഞ് യോഗാഭ്യാസനം നടത്തുകയാണ് ഭരണകൂടം. ക്യാമറമാൻ ഗോപിക്കൊപ്പം മനോജ് ശങ്കർ. സ്ഥാനാർത്ഥികളുടെ നിയോജക മണ്ഡലം പര്യടനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. LDF സ്ഥാനാർത്ഥി M. വിജയകുമാർ പൂവച്ചലിലും UDF സ്ഥാനാർത്ഥി ശബരിനാഥ് വിതുരയിലും BJP സ്ഥാനാർത്ഥി O. രാജഗോപാൽ തൊളിക്കോട്ടും പര്യടനം നടത്തി. സുസ്മേരവദനായി ചിരിച്ചു കൈകൂപ്പി M. വിജയകുമാർ മുന്നിൽ പോകുന്ന അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് നിലയ്ക്കാത്ത വാഗ്ധോരണി. ചെളി നിറഞ്ഞ റോഡ് ചൂണ്ടിക്കാട്ടി ദാ വികസനം കണ്ടില്ലേ എന്ന വിജയകുമാറിന്റെ കമന്റ് ഞങ്ങളോടായി. പൂവച്ചൽ പഞ്ചായത്തിലെ മയിലോട്ടുംകുഴിയിൽ പ്രവർത്തകർ പ്രിയ നേതാവിനെ മുദ്രാവാക്യം വിളിയോടെ സ്വീകരിച്ചു. പിന്നെ ഒരു ലഘുപ്രസംഗം. വീണ്ടും പര്യടനം ആരംഭിച്ചപ്പോൾ വിജയകുമാർ മനസ്സു തുറന്നു. 6 ദിവസമായി അടഞ്ഞു പോകുമല്ലോ. അത്ര ഗംഭീരമായ സ്വീകരണമാണ്, ആവേശകരമാണ്. അപ്പൊ ഞാനും ആവേശത്തിലാണ്. ശബ്ദം പോയി, അത്രയേ ഉള്ളൂ. വരും, ശബ്ദം വരും. ഉറക്കം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ. വിതുരയിലെ നാരകത്തിൻ കാലയിലേക്കുള്ള യാത്രയിലാണ് ശബരിനാഥൻ. നിറഞ്ഞു ചിരിക്കുന്ന മുഖങ്ങളിൽ നിന്ന് വോട്ടുറപ്പാണെന്നാണ് ശബരിനാഥന്റെ പക്ഷം. തനിക്ക് നേരെ റോസാപ്പൂ നീട്ടിയ കുരുന്നിനോട് ഒരു ലഘുകുശലം. പ്രവർത്തകരുടെ സ്നേഹവായ്പിൽ ക്ഷീണം അറിയുന്നില്ലെന്ന് ശബരിനാഥന്റെ വാക്കുകൾ. ഇല്ല, ക്ഷീണം തീരെയില്ല. ഒത്തിരി സ്ഥലത്ത് ഓടിക്കയറുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇലക്ഷൻ ആകുമ്പോൾ എവിടെ നിന്നും ഒരു ഊർജ്ജം വരും. അത് കാരണം നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ നല്ല റെസ്പോൺസാണ്. ഈ റെസ്പോൺസാണ് കൂടുതൽ ഊർജ്ജം തരുന്നത്. തൊളിക്കോട് പഞ്ചായത്തിലാണ് BJP സ്ഥാനാർത്ഥി രാജഗോപാലിന്റെ പര്യടനം. ന്യൂസ് ബ്യൂറോ, അരുവിക്കര.
റംസാൻ നോമ്പുതുറയുടെ അവിഭാജ്യ ഭാഗമാണ് വിവിധതരം പലഹാരങ്ങൾ. മുൻപ് വീടുകളിൽ പാചകം ചെയ്തിരുന്ന ഇത്തരം പലഹാരങ്ങളുടെ വൻതോതിലുള്ള ഉൽപ്പാദനവും വിപണനവും ഇപ്പോൾ ബേക്കറി, കാറ്ററിംഗ് സ്ഥാപനങ്ങളിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. നോമ്പുതുറയുടെ അവിഭാജ്യ ഭാഗമാണ് വിവിധങ്ങളായ പലഹാരങ്ങൾ. നോമ്പുകാലത്ത് ഇവ ഉണ്ടാക്കുവാനായി പ്രത്യേകം പാചകശാല തന്നെ ഒരുക്കുന്നു. ബേക്കറി, കാറ്ററിംഗ് സർവീസുകാരും നോമ്പുകാല പലഹാരങ്ങൾ തയ്യാറാക്കുവാനും വിപണനത്തിനും പ്രത്യേക സംവിധാനം ഒരുക്കി തുടങ്ങിയതോടെ മിക്കവാറും വീടുകളിലും നോമ്പുതുറയ്ക്ക് ഇപ്പോൾ റെഡിമെയ്ഡ് പലഹാരങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. നോമ്പു സമയത്ത് സ്ത്രീകളുടെ അടുക്കള ഭാരം കുറയ്ക്കുവാനും ഇത് സഹായകമാകുന്നു. ചൂടോടെ തന്നെ പലഹാരങ്ങൾ ലഭ്യമാക്കുവാനും ബേക്കറി, കാറ്ററിംഗ് ഉടമകളും ശ്രദ്ധിക്കുന്നു. തങ്ങളൊരുക്കുന്ന നോമ്പുകാല പലഹാരങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണെന്ന് കാസർകോട്ടെ ഈ സംവിധാനം ഒരുക്കുന്ന MS ബേക്കറി പാർട്ട്ണർ മജീദ് പറഞ്ഞു. നമ്മളിപ്പോ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മുകളിലായി. നമ്മുടെ ബിസിനസ് മോശമില്ല. ബീഫ് സമൂസയാണ് കൂടുതലും ചെലവ്. ചിക്കന്, പിന്നെ വെജിറ്റബിളും ഉണ്ട്. ചിക്കൻ കട്ട്ലറ്റ്, സാൻഡ്വിച്ച്, പിസ്സ, ബർഗർ, അങ്ങനെയുള്ള ഐറ്റം കുറവാണ്. കൂടുതലായിട്ടും സമൂസയാണ്. കരിക്കഞ്ഞി മുതൽ സാൻഡ്വിച്ചസ് വരെയുള്ള പലഹാരങ്ങൾ ഇപ്പോൾ റെഡിമെയ്ഡായി തന്നെ ലഭ്യമാണ്. ഈദ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നവരും ആശ്രയിക്കുന്നത് ബേക്കറി, കാറ്ററിംഗ് സർവീസുകാരെയാണ്. വിവിധതരം സമോസകൾ, കട്ട്ലറ്റുകൾ, ചിക്കൻ ബീഫ് റോളുകൾ, പപ്സ്, ഉന്നക്കായ, കൽത്തപ്പം, കടമ്പ്, പഴംപൊരി തുടങ്ങിയ പലഹാരങ്ങൾക്കൊപ്പം നെയ്ച്ചോറും ബിരിയാണിയും വരെ നോമ്പുതുറയ്ക്ക് റെഡിമെയ്ഡായി ലഭ്യമാണ്. നോമ്പുതുറയ്ക്ക് വീടുകളിൽ പലഹാരം ഉണ്ടാക്കുന്നതിനേക്കാൾ ആളുകൾക്ക് താല്പര്യം ഇപ്പോൾ കടകളിൽ നിന്നും വാങ്ങുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കടകളിൽ വലിയ തിരക്കുമാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാവ്യവൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം. പൊന്നാനിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒറ്റയാൾ പ്രതിഷേധം സംഘടിപ്പിച്ചാണ് സിനിമാ പ്രവർത്തകർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരിക്കാൻ കാവിക്കോണകമാണ് യോഗ്യതയെന്ന് പരിഹസിച്ചായിരുന്നു പ്രതിഷേധം. യുധിഷ്ഠിരവധം, ബൊമ്മലാട്ടം ഒരു തോന്യാസ നാടകം എന്ന പേരിൽ പൊന്നാനിയിലായിരുന്നു സിനിമാ പ്രവർത്തകരുടെ വിയോജിപ്പറിയിക്കൽ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ വിദ്യാർത്ഥികളാണ് ലൊക്കേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഭിനേതാവ് അലൻ ഷീറാണ് യുധിഷ്ഠിരനായി വേഷമിട്ടത്. ഡിഗ്രേഡ് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ മഹാഭാരതം പോലെയുള്ള ഒരു ടെലി സീരീസിൽ ഒരു വേഷം ചെയ്തു എന്നുള്ളത് എനിക്ക് ചെയർമാനാകാനുള്ള ഒരു യോഗ്യതയാണ്. ഭരണാധികാരികൾ തോന്യാസം കാണിച്ചാൽ കണ്ടു നിൽക്കുന്നവരും അടങ്ങിയിരിക്കില്ലെന്ന് ഓർമ്മപ്പെടുത്തിയ ആക്ഷേപഹാസ്യം ലൊക്കേഷനിൽ ആവേശം പകർന്നു. പുതുമുഖ സംവിധായകൻ ഷാനവാസിന്റെ കിസ്മത്ത് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനാണ് വിയോജിക്കലിന്റെ രാഷ്ട്രീയം കൊണ്ടും രാഷ്ട്രീയത്തിലെ വിയോജിപ്പ് കൊണ്ടും ശ്രദ്ധ നേടിയത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.